അള്ളാഹുവിൻ്റെ മഹാന്മാരങ്ങനെയാണ്. അവർ പ്രസിദ്ധി മോഹിക്കാത്തവരാണ്. അള്ളാഹു തആല അവർക്ക് പ്രസിദ്ധി താനേ നൽകുന്നവരാണ്. അവർ നോട്ടീസ് അടിച്ചിറക്കാത്തവരാണ്. അവർ പബ്ലിസിറ്റി ഉദ്ദേശിക്കാത്തവരാണ്. അവരുടെ അത്ഭുതങ്ങളെ കൊണ്ട് ലോകം അത് ഇൻഫിയാലായി, അത് പ്രകൃതിയിൽ നിന്ന് അറിഞ്ഞു പോവുകയാണ്. മഹാനായ അബുൽ ഹസൻ അലിയുൽ ഖർഖാനി റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ വലിയ പ്രധാനിയായിരുന്നു. അദ്ദേഹത്തോട് തൻ്റെ തിൽമീദുമാരിൽപ്പെട്ട ഒരാൾ ലബനാനിലേക്ക് അള്ളാഹുവിൻ്റെ കുത്തുബുകളിൽപ്പെട്ട അഖ്താബുകളിൽപ്പെട്ട ഒരു കുത്തുബിനെ കാണാൻ യാത്ര പോകാൻ സമ്മതം ചോദിക്കുകയാണ്. കാരണം ലബനാനിലെ മലമ്പ്രദേശത്ത് അവിടെ കുത്തുബ് വരാറുണ്ട് എന്ന വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അലിയുൽ ഖർഖാനി റളിയല്ലാഹു അൻഹുവിനോട് അവിടുത്തെ തിൽമീദ് ലബനാനിലേക്ക് പോകാൻ സമ്മതം ചോദിക്കുന്നത്. ഏതായാലും സമ്മതം ലഭിച്ചു. മഹാനവറുകൾ ലബനാനിലെത്തിയപ്പോൾ ധാരാളം ആലിമീങ്ങൾ ആരിഫീങ്ങൾ പള്ളിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഒരു ജനാസയുണ്ട് പള്ളിക്കകത്ത്. ഒരു മയ്യിത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. മയ്യിത്ത് നിസ്കാരം നടക്കുന്നില്ല. അപ്പോൾ അവിടെയുള്ള ആളുകളോട് ചോദിച്ചു, എന്താണ് ജനാസ വന്നിട്ട് മയ്യിത്ത് നിസ്കാരം നടത്താത്തത്? എന്താണ് മയ്യിത്ത് നിസ്കാരം നടക്കാത്തത്? അപ്പോൾ അവിടുന്ന് ജനങ്ങൾ പറയുന്നത്, ഇവിടെ ഒരു കുത്തുബ് വരാനുണ്ട്. ആ കുത്തുബാണ് ജനാസ നിസ്കാരത്തിന് സാധാരണ ഇവിടെ നേതൃത്വം നൽകുന്നത്. മാത്രമല്ല എല്ലാ ദിവസവും 5 നേരം ആ കുത്തുബ് ഇവിടെ എത്തും. എന്നിട്ട് ഫർളാക്കപ്പെട്ട 5 നിസ്കാരങ്ങൾക്കും മഹാനാണ് ഇമാമ് നിന്ന് നേതൃത്വം നൽകുന്നത്. അല്പസമയം കഴിഞ്ഞപ്പോൾ മുഖം പ്രകാശിക്കുന്ന ഈമാൻ, ആ ഈമാനിൻ്റെ സൗന്ദര്യവും ചാതുര്യവും മുഖത്തും ശരീരത്തും പ്രകടമാകുന്ന ഒരു മഹാൻ വരുന്നു. എന്നിട്ട് ജനാസ നിസ്കാരം നിർവഹിക്കുന്നു. ജനാസ നിസ്കാരം നിർവഹിച്ച് ജനങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ അബുൽ ഹസൻ റളിയല്ലാഹു അൻഹുവിനോട് സമ്മതം ചോദിച്ചു വന്ന ഈ തിൽമീദ് ബോധരഹിതനായി ബോധം നഷ്ടപ്പെട്ട് വീഴുകയാണ്. അല്പം കഴിഞ്ഞപ്പോൾ ബോധം തിരിച്ചു കിട്ടിയപ്പോൾ മഹാൻ ചോദിക്കുന്നു, പടച്ചവനെ, ഈ കുത്തുബ് ഏത് നാട്ടുകാരനാണ്? എവിടുന്ന് വന്നവരാണ്? ആരാണ് അദ്ദേഹം? അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? ഇദ്ദേഹത്തിന് ആ മഹാന്റെ മുഖവും ആ മുഖത്തിൻ്റെ ഈമാനിൻ്റെ അഴകും ഭംഗിയും കണ്ടപ്പോൾ പതറിപ്പോവുകയാണ്. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തൂരി സിനാ മലമുകളിൽ റബ്ബുൽ ആലമീനായ അല്ലാഹുവിനെ കാണാൻ വേണ്ടി വന്നത് ഖുർആൻ പറയുന്നുണ്ടല്ലോ. അല്ലാഹുവിനോട് കാണാൻ ആവശ്യപ്പെട്ടപ്പോൾ അല്ലാഹു പറഞ്ഞല്ലോ, മൂസ നബിയെ, നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയില്ല. ആ പർവ്വതത്തിൽ മൂസാ നബിയുടെ ആഗ്രഹം പൂർത്തിയാക്കി കൊടുക്കുന്നതിന് അല്ലാഹു പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഫലമ്മാ തജല്ല റബ്ബുഹു ലിൽ ജബലി ജഅലഹു ദക്കാ വഖറ മൂസാ സ്വഇഖാ.
കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ബോധം കെട്ട് വീണതും ബോധം തെളിഞ്ഞപ്പോൾ അള്ളാഹുവിനെ വാഴ്ത്തിയതും ഒരിക്കലും എനിക്ക് കാണാൻ കഴിയില്ല എന്നത് സമ്മതിക്കുന്നതും പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതേ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്കും ഈ മഅരിഫത്തിൻ്റെ ഈമാനിൻ്റെ നൂറ് ലഭിച്ചിട്ടുള്ളവരാണ്. മഹാനായ അബുൽ ഹസൻ തങ്ങളെ ശിഷ്യൻ ലബനാനിലെ പള്ളിയിൽ വന്ന് മയ്യിത്ത് നിസ്കാരം കഴിഞ്ഞപ്പോൾ ഈ ഖുതുബിൻ്റെ മുഖം കണ്ടപ്പോൾ മഹാനവറുകൾ വീണുപോകുന്നു. ബോധം വന്നപ്പോൾ മഹാൻ ചോദിക്കുന്നു, ആരാണ് ഈ ഖുതുബ്? അപ്പോഴാണ് ജനങ്ങൾ പറയുന്നത്, ഇത് എല്ലാ ദിവസവും ഇവിടെ 5 നേരം വരും. ഇദ്ദേഹം ഖർഖാൻ നാട്ടുകാരനായ അബുൽ ഹസൻ അൽ അലിയുൽ ഖർഖാനി തങ്ങളാണ്. സുബ്ഹാനല്ലാഹ്, മാഷാ അല്ലാഹ്. തൻ്റെ ഗുരുവാണ് വന്നിട്ടുള്ളത്, തൻ്റെ ശൈഖാണ് വന്നിട്ടുള്ളത്. മഹാനോട് സമ്മതം ചോദിച്ചാണ് ഖുതുബിനെ കാണാൻ ലബനാനിലേക്ക് വന്നിട്ടുള്ളത്. മഹാൻ ചോദിക്കുന്നു, പടച്ചോനെ, അവിടുന്ന് കണ്ടതുപോലെയല്ലേ ഇവിടുന്ന് ഞാൻ കണ്ടപ്പോൾ? ഔലിയാക്കന്മാരെ കാണുമ്പോൾ അവർക്ക് വ്യത്യസ്തമായ അവസ്ഥകളുണ്ടാകും. ജദ്ബിൻ്റെ ഹാലുകളുണ്ടാകും, സഹ്വത്തിൻ്റെ ഹാലുകളുണ്ടാകും. അവർക്ക് പല മർത്തബകളും പല ദറജകളും ഉണ്ടാകും. മഹാനവറുകൾക്ക് ഭയമായി പോയി, റബ്ബേ, ഖുതുബിൻ്റെ മുന്നിൽ നിത്യവും നിൽക്കുന്ന എനിക്ക് ഖുതുബിനെ കാണാൻ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഇനി എപ്പോഴാണ് മഹാൻ വരുന്നത്? നാട്ടുകാർ പറയുന്നു, ളുഹ്ർ നിസ്കാരത്തിന് ഇവിടെ എത്തും. നോക്കൂ മുഅ്മിനീങ്ങളെ, രാവിലെ വന്ന് മയ്യിത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് എത്രയോ കിലോമീറ്ററുകൾ മൈലുകൾ അപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഖർഖാൻ നാട്ടിലേക്കാണ് മഹാൻ ഞൊടിയിട കൊണ്ട് പോകുന്നത്. തൻ്റെ തിൽമീദ് ഇവിടെ എത്തിയിരിക്കുന്നത് ധാരാളം ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചുകൊണ്ടാണ്. ഒരു സെക്കൻഡ് വേണ്ട അവർക്ക് പോയി വരാൻ. ഏത് വിദൂര ദിക്കുകളിലേക്കും സെക്കൻഡ് കൊണ്ട് പോയി വരാൻ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് കഴിയും. ഇത് പരിശുദ്ധ ഖുർആനിൽ റബ്ബ് തആല പറഞ്ഞിട്ടുണ്ട്. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ബൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരം കൊണ്ടുവന്നത് നബിയല്ലല്ലോ, അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട ആശഫ് ഇബ്നു ബർഖിയ റളിയല്ലാഹു അൻഹുവാണ്. കണ്ണ് ചിമ്മി തുറക്കുന്നതിൻ്റെ മുന്നേ എത്രയോ വിദൂര സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ബൽഖീസ് രാജകുമാരിയുടെ സിംഹാസനം ബഹുമാനപ്പെട്ട നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ മുന്നിൽ എത്തിച്ചത് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അതേ മഹാനായ അബുൽ ഹസൻ അലിയുൽ ഖർഖാനി തങ്ങളാണ് ഈ വന്നിരിക്കുന്ന ഖുതുബെന്നും ഈ ഖുതുബിൻ്റെ ശിഷ്യനാണ് ഞാനെന്നും എന്നും ഈ ഖുതുബിനെ കാണുന്നവനാണ് ഞാനെന്നും തിൽമീദിന് ശിഷ്യന് ഇപ്പോഴാണ് ബോധ്യപ്പെട്ടത്. അതുകൊണ്ട് ഇനി എപ്പോൾ വരും? അതേ ളുഹ്ർ നിസ്കാരത്തിന് പള്ളിയിലെത്തും. പറഞ്ഞതുപോലെ ളുഹ്റിൻ്റെ വഖ്തായപ്പോൾ സമയമായപ്പോൾ മഹാനായ ശൈഖ് വരുന്നു. നിസ്കാരത്തിന് ഇമാമ് നിൽക്കുന്നു. നിസ്കാരം കഴിഞ്ഞപ്പോൾ മഹാനവറുകൾ പതുക്കെ ചെന്നിട്ട്, ഞാനാണ് നിങ്ങളോട് സമ്മതം ചോദിച്ചു പോന്ന തിൽമീദ്, അതുകൊണ്ട് എനിക്ക് ഖർഖാനിലേക്ക് തന്നെ തിരിച്ചു പോരണം. മഹാനവറുകൾ ശിഷ്യന്റെ കയ്യും പിടിച്ച് ഒരൽപ്പം അങ്ങോട്ട് മുന്നോട്ട് വെച്ചു, 2-3 കാലടി വെച്ചു. സുബ്ഹാനല്ലാഹ്, പിന്നീട് കാണുന്നത് അവര് ഖർഖാൻ എന്ന മദീനത്ത് അങ്ങാടിയിലെത്തിയ രംഗമാണ്, കാഴ്ചയാണ്. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, മോനെ, എനിക്ക് നിന്നോടൊരു വസിയ്യത്തുണ്ട്. തിൽമീദ് പറയുകയാണ്, വസ്വാനി അൽ കിത്മാൻ,
ഇത് നീ മൂടി വെക്കണം, ഇത് പരസ്യപ്പെടുത്തരുത്, രഹസ്യമാക്കണം. അവിടെ നിന്ന് കണ്ടതുപോലെയല്ല, എന്നെ നീ ഇവിടെ വെച്ച് കണ്ടത് ശരിയാണ്. ഞാൻ ഇവിടെ വന്ന് നിസ്കരിക്കുന്നത് നീ നേരത്തെ അറിയാത്തതാണ്. അതുകൊണ്ട് ഈ കാര്യം അള്ളാഹുവിൻ്റെ മഹാന്മാരങ്ങനെയാണ്, അവർ പ്രസിദ്ധി മോഹിക്കാത്തവരാണ്. അള്ളാഹു തആല അവർക്ക് പ്രസിദ്ധി താനേ നൽകുന്നവരാണ്. അവർ നോട്ടീസ് അടിച്ചിറക്കാത്തവരാണ്. അവർ പബ്ലിസിറ്റി ഉദ്ദേശിക്കാത്തവരാണ്. അവരുടെ അത്ഭുതങ്ങളെ കൊണ്ട് ലോകം അത് ഇൻഫിയാലായി, അത് പ്രകൃതിയിൽ നിന്ന് അറിഞ്ഞു പോവുകയാണ്. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാൻ പറയുന്നു, ഇന്നി സഅൽതുല്ലാഹ, ഞാൻ റബ്ബിനോട് ചോദിക്കുന്ന ചോദ്യം, റബ്ബിനോട് തേടുന്ന തേട്ടം, അയ്യസ്തുറനീ, എന്നെ അല്ലാഹു മറച്ചു വെക്കണം, പരസ്യപ്പെടുത്തരുത് എന്നാണ്. ഈ മഹാനവറുകൾ നോക്കൂ, മഹാനവറുകളുടെ ജീവിതത്തിൽ കാണാം. മഹാനവറുകളെ കാണാൻ വേണ്ടി ഔലിയാക്കളിൽപ്പെട്ട മറ്റൊരാളാണ് അബൂ സഈദ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ അബുൽ ഹസൻ തങ്ങളെ കാണാൻ വേണ്ടി വന്നു. അങ്ങനെ തിരിച്ചു പോകുമ്പോൾ അബുൽ ഹസൻ തങ്ങൾ ചവിട്ടിയ ഒരു കല്ല്, വലിയ കുത്തുബല്ലേ മഹാനവറുകൾ, മഹാനവറുകൾ കാലുകൊണ്ട് ചവിട്ടിയ ഒരു കല്ല്, അത് അബൂ സഈദ് റളിയല്ലാഹു അൻഹു എടുത്ത് ചുംബിക്കുകയാണ്. എന്നിട്ട് ആ കല്ല് ചുംബിച്ച് ഒരു പ്രത്യേകമായ സ്ഥലത്ത് മാറ്റിവെക്കുകയാണ്. എന്നാൽ അബുൽ ഹസൻ തങ്ങൾ ചെയ്തതെന്താണ്? അബൂ സഈദ് തങ്ങളുടെ മുഖം വെച്ച താടി രോമം തട്ടിയ ഈ കല്ല്, ആ കല്ലിന് മഹത്വമുണ്ടെന്ന് ഔലിയാക്കളിൽപ്പെട്ട അബുൽ ഹസൻ തങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ കല്ല് പള്ളിയിലെ മെഹ്റാബിൽ കൊണ്ടുവന്ന് വെക്കുന്നു. നേരം വെളുത്തു നോക്കിയപ്പോൾ കല്ല് മെഹ്റാബിൽ നിന്ന് പുറത്താണ് കാണുന്നത്. ആരാണ് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് കല്ല് കൊണ്ടുപോയി വെക്കുന്നത്? അത് അബൂ സഈദ് തങ്ങളാണ്. മഹാനവറുകളുടെ താടി തട്ടിയ കല്ല്, മഹാനവറുകളുടെ മുഖം തട്ടിയ കല്ല്, അത് പവിത്രമാണെന്ന് അബുൽ ഹസൻ തങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ആ കല്ല് പള്ളിയിലെ മെഹ്റാബിലേക്ക് വെച്ചത്. അബൂ സഈദ് തങ്ങളോ ചിന്തിക്കുന്നത്, റബ്ബേ, എൻ്റെ മുഖം തട്ടിയ കല്ല്, ആ കല്ല് അങ്ങനെ ബഹുമാനിക്കപ്പെടരുത്. അത്രയും വിനയം പ്രകടിപ്പിച്ചുകൊണ്ടാണ് മഹാൻ ആ കല്ല് ഭൂമിയിൽ നിന്ന്, പള്ളിയിൽ നിന്ന് താഴേക്ക് ഇറക്കി വെക്കുന്നത്. ഇങ്ങനെ ദിവസങ്ങളോളം ഇത് നീണ്ടു നിന്നു എന്നാണ്. അബുൽ ഹസൻ തങ്ങൾ പള്ളിയിലേക്ക് വെക്കും, അബൂ സഈദ് തങ്ങൾ പള്ളിയിൽ നിന്ന് മുറ്റത്തേക്ക് മാറ്റിവെക്കും. അവസാനം അബുൽ ഹസൻ തങ്ങൾ പറഞ്ഞു, അബൂ സഈദ് തങ്ങളെ തവാളുഇന്റെ മുന്നിൽ നമ്മളെല്ലാം മറക്കുന്നു. അതുകൊണ്ട് കല്ല് മഹാൻ വെച്ച സ്ഥലത്ത് തന്നെ നിൽക്കട്ടെ. ഔലിയാക്കന്മാർ, അവരെ മനസ്സാണ് നമ്മൾ അറിയേണ്ടത്, അവരെ മനസ്സാണ് നമ്മൾ വായിക്കേണ്ടത്. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബുൽ ഹസനുൻ, ഞാൻ നേരത്തെ പറഞ്ഞ ഔലിയാക്കളിൽപ്പെട്ട മഹാനായ അബുൽ ഹസൻ അലിയുൽ ഖർഖാനി റളിയല്ലാഹു അൻഹു ഹദീസ് അങ്ങനെ ദർസ് നടത്തുമ്പോൾ, ചില ഹദീസ് സദസ്സിൽ നിന്ന് വായിക്കുമ്പോൾ മഹാനവറുകൾ പെട്ടെന്ന് പറയും, ഇത് ദുർബലമായ ഹദീസാണ്, ഇത് സ്വീകാര്യമായ ഹദീസല്ല. ചില ഹദീസ് വായിക്കുമ്പോൾ മഹാനവറുകൾ കിതാബ് കാണുകയോ കാണാതെ അത് നോക്കാതെ ദർസ് നടത്തുന്ന സന്ദർഭത്തിലാണ് ഈ ഹദീസ് സ്വഹീഹാണ്, ഇത് ലഈഫാണ്, ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഒരാൾ ഒരു ദിവസം ചോദിച്ചു, ഒരു ശിഷ്യൻ ചോദിച്ചു, അല്ലയോ ഉസ്താദേ, ഇത്ര പെട്ടെന്ന് നിങ്ങൾ എങ്ങനെയാണ് ഒരു ഹദീസ് കേൾക്കുമ്പോഴേക്ക് ഇത് ലഈഫ്, ഇത് ഹദീസ് എന്ന് നോക്കാതെ പറയുന്നത്? മാഷാ അല്ലാഹ്. അബുൽ ഹസൻ തങ്ങളുടെ മറുപടി, മോനെ, ഞാൻ ഹദീസ് വായിക്കുമ്പോഴെല്ലാം അൻളുറു ഇലാ വജ്ഹിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
ഞാൻ ഹദീസ് അങ്ങനെ പറയുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എൻ്റെ മുന്നിൽ ഞാൻ കാണുന്നുണ്ട്. നോക്കണേ, ഇത് മഹബ്ബത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ സമയങ്ങളാണ്. ഏത് വിലായത്ത് കിട്ടിയ മഹാന്മാർക്കും ആ വിലായത്തിൻ്റെ പദവിയിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞത് അത് മഹബ്ബത്ത് കൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്, അബുൽ ഹസൻ തങ്ങള് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യഖ്ളത്തിൽ കാണുകയാണ്. എന്നിട്ട് മഹാൻ പറയുന്നു, ഹദീസ് ഇങ്ങനെ പറയുമ്പോൾ ഇത് സ്വഹീഹായ പ്രബലമായ ഹദീസാണെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുഞ്ചിരിക്കും. ഞാൻ ഹദീസ് നിങ്ങൾ വായിക്കുമ്പോൾ ആ ഹദീസ് കേൾക്കുമ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ മുന്നിൽ ഇങ്ങനെ കാണും. ഹബീബിൻ്റെ മുഖത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്തോഷം കാണുന്നില്ലെങ്കിൽ എനിക്ക് ഉറപ്പിക്കാൻ പറ്റും ഈ ഹദീസ് സ്വീകാര്യമല്ലെന്ന്. ഒരു വിശ്വാസി ഖബറകത്ത് ചെല്ലുമ്പോൾ അവൻ്റെ മുന്നിൽ അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമെന്നല്ലേ. മൻ നബിയുക, നിന്റെ നബി ആരാണെന്ന് ചോദിക്കും. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ചുകൊണ്ടല്ലേ ചോദിക്കുന്നത്. വഫാത്തിന്റെ സമയത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരും, മഹാന്മാര് വരും, സ്വാലിഹീങ്ങൾ വരും, മൗലിയാക്കൾ വരും, അവരെ കാവലുണ്ടാകുമെന്നല്ലേ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്.